നാടിനെ ഒന്നാകെ ഞെട്ടിച്ച സംഭവമായിരുന്നു പാലക്കാട് നെന്മാറ പോത്തുണ്ടിയിലെ ഇരട്ട കൊലപാതകം. ഈ സംഭവത്തിൽ പ്രതിക്കായി വ്യാപക പരിശോധന നടത്തുകയാണ് പോലീസ്. തമിഴ്നാട്ടിലേക്കും പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട്. തിരുത്തുംപാടം പോത്തുണ്ടിയിലെ മലയടിവാരങ്ങളിലും പരിശോധന നടത്തി. പ്രതി ചെന്താമരയുടെ വീട്ടിൽ നിന്ന് ഇതിനിടെ വിഷക്കുപ്പി കണ്ടെത്തിയിരുന്നു. കൊല്ലപ്പെട്ട സുധാകരന്റെയും അമ്മയുടെയും മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇന്നലെ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരാളെ വീണ്ടും ജാമ്യ വ്യവസ്ഥകളൊക്കെ ലംഘിച്ച അയാൾ ആ വീട്ടിൽ താമസിച്ചത് എങ്ങനെ? ഈ വീട്ടുകാരുമായി ഇത്രയേറെ ശത്രുതയുള്ള ഒരാളെ അവിടെ അവരുടെ കൺവെട്ടത്ത് തന്നെ താമസിക്കാൻ അനുവദിച്ചത് എങ്ങനെയെന്ന ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇയാൾ എവിടെ എന്നതാണ്. വിഷക്കുപ്പി കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ പോലീസും വലിയ സമ്മർദ്ദത്തിലാണ്. കാരണം അങ്ങനെ ഒരു പ്രദേശത്ത് ഇയാൾ പെട്ടെന്ന് അങ്ങനെ അപ്രത്യക്ഷനായി പോകുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിനും ഉത്തരം പറയേണ്ടി വരുമല്ലോ. എന്താണ് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ? ശ്രീജ, തൽക്കാലം വിഷക്കുപ്പി കണ്ടെത്തിയതിൽ ആശങ്ക വേണ്ടെന്ന ഒരു നിലപാടിലെത്തിയിരിക്കുകയാണ് പോലീസ്. കാരണം വിഷം കഴിച്ച ഒരാൾ ഇത്ര ദൂരം സഞ്ചരിക്കാൻ സാധ്യതയില്ല. വിഷം കഴിച്ചിട്ടാണ് ഇറങ്ങിയതെങ്കിൽ ഈ പ്രതിയെ ഇതിനോടകം തന്നെ കണ്ടെത്തണമായിരുന്നു. പ്രതി ഒന്നില്ലെങ്കിൽ കുഴഞ്ഞു വീണ നിലയിലോ അല്ലെങ്കിൽ മറ്റവശ്യ നിലയിലോ പ്രതിയെ കണ്ടെത്തണമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത സ്ഥിതിക്ക് ഈ വിഷം കഴിച്ചു അല്ലെങ്കിൽ വിഷക്കുപ്പി കണ്ടെടുത്തു എന്ന കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന ഒരു സ്ഥിരീകരണത്തിൽ എത്തിയിരിക്കുകയാണ് പോലീസ്. അതേസമയം ഈ പ്രതി എവിടെ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. ഇപ്പോഴും മലയോര മേഖലകളിലും വനമേഖലയിലും ഉൾപ്പെടെ ഊർജിതമായ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസിന്റെ തിരച്ചിൽ. ഇന്നലെ രാത്രിയും ഈ തെരച്ചിൽ തുടർന്നിരുന്നു. എന്തായാലും ഈ മുമ്പ് 2019 ഇത്തരത്തിൽ കൊലപാതകം ചെയ്തതിനു ശേഷം ഈ പ്രതി ഇതേ മലയോരത്ത് ഈ പ്രതി പോയി എന്ന് സംശയിക്കുന്ന ഈ മലയുടെ മുകളിലേക്ക് തന്നെയാണ് 2019 ഓടി രക്ഷപ്പെട്ടിരുന്നത്. അന്ന് 5 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രതിയെ പിടികൂടാനായത്. കാരണം ഈ പ്രതി ഈ പ്രദേശത്ത് തന്നെ ജനിച്ച് വളർന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ പ്രദേശവും ഈ ചുറ്റുപാടും ഈ വനമേഖലയും മലയോരവും ഒക്കെ കൃത്യമായി അറിയുന്ന, അതിന്റെ എല്ലാ കുറുക്ക് വഴികളും അറിയുന്ന ഒരാളാണ് ഈ പ്രതി. അതുകൊണ്ട് തന്നെ ഈ മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മറ്റു നാട്ടുകാരെക്കാൾ കൂടുതൽ ഇയാൾക്ക് മറ്റ് മേഖലകളിൽ എത്തിപ്പെടാൻ കഴിയും. മറ്റൊരു ആശങ്കയുള്ളത്, ഈ മല കടന്നു കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ്. അതുകൊണ്ട് തന്നെ പ്രതി തമിഴ്നാട്ടിലോട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ആശങ്ക പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് കൂടി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ പ്രതിയെ കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതേസമയം ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ഇന്ന് സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എന്തായാലും വലിയ ഒരു ആശങ്ക, അല്ലെങ്കിൽ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ആ ഒരു രോഷമുണ്ട്. കാരണം പരാതിയുണ്ട്, ഈ പ്രതി അത്രയും ക്രൂരനായ ക്രിമിനൽ ചിന്താഗതിയുള്ള ഒരാളാണ്. ഇങ്ങനെ ഒരാൾ ഞങ്ങളുടെ നാട്ടിൽ വേണ്ട, അല്ലെങ്കിൽ ഇയാൾ വധഭീഷണി മുഴക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പോലീസിന് പരാതി നൽകിയിട്ട് പോലും എന്തുകൊണ്ട് പോലീസ് സുരക്ഷ ഉറപ്പാക്കിയില്ല എന്നൊരു ചോദ്യമുണ്ട്. ഒപ്പം തന്നെ ഈ സുധാകരന്റെ മകൾ, അക്ഷരാർത്ഥത്തിൽ ആ കുട്ടി ഇപ്പോൾ തനിച്ചാണ്. കാരണം വീട്ടിലുണ്ടായിരുന്ന അച്ഛൻ, അമ്മ, മുത്തശ്ശി എല്ലാവരെയും ഈ പ്രതി കൊലപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മകൾക്ക് ഇനി ആരുണ്ട് എന്നത് വലിയ ചോദ്യമാണ്. പോലീസിന്റെ അനാസ്ഥയാണ്, അല്ലെങ്കിൽ അന്ന് പരാതി നൽകിയ സമയത്ത് കൃത്യമായ ഒരു സുരക്ഷ ഉറപ്പാക്കിയിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടി തനിച്ചാവില്ലായിരുന്നു എന്ന വലിയൊരു രോഷം ജനങ്ങളുടെ ഇടയിലുണ്ട്. ഇന്നലെ ഏറെ നേരം പ്രതിഷേധം നീണ്ടു നിന്നിരുന്നു. ഈ പ്രതിയെ മൃതദേഹം വിട്ടു നൽകില്ല. കാരണം ഈ പോലീസ് തങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ മൃതദേഹം വിട്ടു നൽകൂ എന്നാണ് നാട്ടുകാർ പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു മൃതദേഹത്തിനോട് അനാദരവ് കാണിക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവസാന നിമിഷം ഇന്നലെ വൈകിട്ടോടുകൂടി മൃതദേഹം വിട്ടു നൽകിയത്. ശ്രീജ. ശരി ഷംന, എന്തായാലും ഈ പ്രതിക്ക് ആ സ്ഥലം വളരെയേറെ പരിചിതമാണ്. ഇപ്പോൾ ഷംന പറഞ്ഞതനുസരിച്ച് ഇയാൾ 2020 ഈ കൊലപാതകം നടത്തി, 2019 ഈ കൊലപാതകം നടത്തിയ സമയത്തും ഇതേപോലെ ഇതേ ഭാഗത്തേക്ക് പോയിരുന്നു. 5 ദിവസത്തിന് ശേഷമാണെന്ന് പോലീസ് പിടികൂടിയതെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ വളരെയേറെ ആ പരിസരം അറിയുന്ന ഒരാളെന്ന നിലയ്ക്ക് ആ കാട്ടിൽ അയാൾക്ക് ഒളിച്ചിരിക്കാൻ കഴിയും. പോലീസ് എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വളരെയേറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ഇങ്ങനെ മുൻവൈരാഗ്യമുള്ള ഒരാൾ തൊട്ടപ്പുറത്ത് തന്നെ വന്ന് താമസിക്കുകയും അയാൾ തക്കം പാർത്ത് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തുകയും ചെയ്തു എന്ന് പറയുന്നത് ഏറെ ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു. ഇന്ന് അവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.